ഇന്ന് നമുക്ക് വെറ്റില എന്ന അത്ഭുത സസ്യത്തെ പരിചയപ്പെടാം കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ മുറുക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇലയാണ് കേട്ടോ. ഇത് അടയ്ക്കയും വെറ്റിലയും ചുണ്ണാമ്പും പുകയിലയും ഒക്കെ വെച്ചിട്ട് മുറുക്കി തുപ്പുന്ന ഒരു പതിവുണ്ടായിരുന്നു പഴയ തലമുറയിൽ, വെച്ചാൽ പ്രായമായവരിൽ. അപ്പോൾ ഇതിൽ അതുകൂടാതെ തന്നെ ഇതിനൊത്തിരി വൈറ്റമിൻസും അതേപോലെ തന്നെ ഒത്തിരി ഔഷധ ഗുണങ്ങളുമുണ്ട്. ഇത് വൈറ്റമിൻ ബിയും അതേപോലെ തന്നെ കാൽസ്യത്തിൻ്റെയും കലവറയാണ് കേട്ടോ ഇതിൻ്റെ വെറ്റില നീരെന്ന് പറയണത്. അതേപോലെ തന്നെ ശബ്ദമാധുര്യത്തിന്, ദഹനക്കുറവിന് ഒക്കെ നമ്മളിത് ചുമയ്ക്ക് ഇതിൻ്റെ നീരും അതേപോലെ തന്നെ തേനും കൂടി കഴിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ദഹന പ്രക്രിയയ്ക്കും വളരെ ഒത്തിരി പങ്കുണ്ട് ഇതിൻ്റെ നീരിന് കേട്ടോ. അങ്ങനെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇല കൂടിയാണ് കേട്ടോ. കാഴ്ചയിൽ നമുക്ക് കുരുമുളകിൻ്റെ ഇലയായിട്ട് ഒത്തിരി സാമ്യം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ചും കൂടി ലൈറ്റ് കളറാണ് കേട്ടോ. ചെറിയൊരു ഷേപ്പ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ കുരുമുളക് പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് കയറട്ടോ. ഞാനിപ്പോൾ ഒരു മതിലിൻ്റെ സൈഡിലാണ് കേട്ടോ നട്ട് കൊടുത്തേക്കണത്. അതിങ്ങനെ നമ്മുടെ മതിലേക്കൂടെ ഇങ്ങനെ പിടിച്ച് കയറിക്കോളും. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ നട്ടിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും കേട്ടോ. പലരും ഇപ്പോൾ ചെടിച്ചട്ടികളിലൊക്കെ ചെടിയായിട്ടൊക്കെ വളർത്തി വരുന്നുണ്ട്. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് വെറ്റില എന്ന് പറയുന്നത്.